രാവിലെ മുതൽ രണ്ടാളും ഇവിടെ ആണല്ലോ. എന്താ ഒന്നും പറയണ്ടെന്ന് വെച്ചാൽ 4 മണിക്ക് എഴുന്നേറ്റ് ഇല്ലാത്ത വണ്ടിയും പിടിച്ചു 6 മണിക്കൂടെ എത്തിയതാ അഭിനയിക്കാനേ. മണിക്കൂർ 6 ഇതുവരെ വിളിച്ചില്ല. സിനിമയിൽ അഭിനയിക്കാൻ വന്നാണ്. ഷൂട്ടിംഗ് നടക്കുകയാണ്. എന്നിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ? ആയില്ല, കാലത്ത് തുടങ്ങി വന്നാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. കുറച്ചു നേരം കഴിയുമ്പോ വിളിക്കുമല്ലോ, എന്തെങ്കിലും ഒരു സീൻ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഇതിന്റെ പിന്നാലെ നടക്കണേരോ അത് ഞങ്ങളുടെ ജീവിതമാർഗമാണ്. അല്ല, നോക്കുകയാണെങ്കിൽ അതും ശരിയാണ്. നിങ്ങളെപ്പോലുള്ളവരുണ്ടാവണ്ടല്ലേ ഈ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. രണ്ടാൾക്കും നല്ല ഒരു ഭാവി ഉണ്ടാവും. ഓക്കെ, ശരി. അതെ, എന്തിന്റെ അരം പറഞ്ഞോണ്ടിരിക്കണ ഇവിടെ വാ, ഇവിടെ ഷോട്ട് റെഡി. നമ്മുടെ വിട്ടു നമ്മൾ ചെയ്യേണ്ട ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു സംഭവമായിരിക്കും. ആ ഒരു സാധനം ചെയ്ത് നമ്മൾ സാറേ, ഇവരാണ് അഭിനയിക്കാൻ വന്നത്. ഓക്കെ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തോ? ആ, കൊടുത്തു സാർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹീറോ. അപ്പം ഇതിന്റെ സിറ്റുവേഷൻ ഇതാണ്. നമ്മൾ ഹീറോയിലെ നിങ്ങൾ ഓടിച്ചിടുന്ന സീൻ, അതായത് ഹീറോ കള്ളനാണ്. അപ്പൊ കള്ളനെ നിങ്ങൾ ഓടിച്ചിടുന്ന സീൻ, ആ സീനാണ് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂലേ? ഓക്കെ. ഇപ്പോഴും ബാക്ക് എന്തോ എന്താ പറയുന്നത്? അല്ല സാറേ, 15 കൊല്ലമായി സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. ഇതുവരെ മുഖം പോലും കണ്ടിട്ടില്ല. സാറേ, ഒരുപാട് മോഹങ്ങളായിട്ടാണ് സാറേ ഞങ്ങൾ ഈ സിനിമ ഫീൽഡിലേക്ക് ഒരു ഡയലോഗിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരു ഡയലോഗ് ഞങ്ങൾ തന്നെ ഞങ്ങൾ അഭിനയിക്കും സാർ. അഭിനയിച്ച് ഞങ്ങൾ കാണിക്കാം. അതിനുള്ള ആത്മവിശ്വാസം, ധൈര്യമുണ്ട് സാർ ഞങ്ങൾ. ഓക്കെ, പക്ഷെ ആ സ്ക്രിപ്റ്റ് അവർക്ക് കൊടുത്ത് അവർ ആ ഡയലോഗ് ഒന്ന് പഠിച്ചിട്ട് എന്നെ ഒന്ന് പ്രസന്റ് ചെയ്ത് കേൾപ്പിക്കട്ടെ. ഇപ്പൊ തന്നെ കൊടുത്തേക്കാം സാർ. ഓക്കെ. അതെ, ആ ഡയറക്ടറെ നിങ്ങളോട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? അത് നിങ്ങളുടെ സമയം തെളിഞ്ഞു കേട്ടോ. അത് എത്രയും പെട്ടെന്ന് പഠിച്ച് ഡയറക്ടർക്ക് പ്രസന്റ് ചെയ്യും. ഓക്കെ. അതെ, നാളത്തെ താരങ്ങളാണ് നിങ്ങൾ. ഗുഡ് ലക്ക്.